നമ്മൾ ഇന്ന് ഓണസദ്യയ്ക്കുള്ള വടക്കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഉഴുന്നെടുത്തിട്ടുണ്ട്, 1/2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഇതിനി 2 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർക്കണം. നമ്മളിപ്പോൾ കഴുകി വെച്ചിരിക്കുന്നതാണ്. ഉഴുന്നിപ്പോൾ നല്ലപോലെ കുതിർന്നു കഴിഞ്ഞു. ഇനി ഇതിനെ നമുക്ക് അരച്ചെടുക്കണം. നമുക്ക് 1 ടീസ്പൂൺ വെള്ളം മാത്രമേ ഒഴിക്കേണ്ടി വന്നുള്ളൂ. അത് മാത്രമേ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് പാത്രത്തിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഉഴുന്ന് തട്ടി കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പ് കുറച്ചിട്ടാൽ മതി, കാരണം വടയിൽ ഉപ്പ് കുറഞ്ഞാലും കുഴപ്പമില്ല. നമ്മളെ കറിക്ക് നല്ല ഉപ്പ് കാണും. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയും മതി. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് വടയ്ക്ക് ആവശ്യമായിട്ടുള്ള അത്രയും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടാകുമ്പോഴേക്കും നമ്മുടെ മാവ് നമുക്ക് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വട നല്ലപോലെ സോഫ്റ്റും ക്രിസ്പിയുമായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവിലും നമുക്ക് വടകൾ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ വടയെല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കൂട്ടുകറി ഉണ്ടാക്കാൻ തുടങ്ങാം. കൂട്ടുകറിക്കായിട്ട് നമ്മൾ 2 കിഴങ്ങ് തൊലി ചെത്തി നല്ലപോലെ കഴുകി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. 2 സവാള നമ്മൾ ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു തൊണ്ടമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ വട ഉണ്ടാക്കി അതേ എണ്ണ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാകുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മുളക് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാം. കിഴങ്ങൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു തേങ്ങയുടെ 1/4 ഭാഗത്തിൽ നിന്ന് 1/4 പാലും 2/2 പാലും എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ 2/2 പാൽ ഇപ്പോൾ 3 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ പാലിൽ കിടന്നാണ് ഇനി നമ്മളെ കിഴങ്ങൊക്കെ വേവുന്നത്. ഇനി നമുക്കിത് അടച്ചു കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് തിളച്ചോട്ടെ. നമുക്ക് ഈ ഒരു സമയം അടപ്പ് തുറന്നു കൊടുക്കാം. നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഇരുന്ന് തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാകും. 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറ്റിയെടുക്കണം. നമുക്ക് ഈ ഒരു സമയം ഇതിനാവശ്യമായിട്ടുള്ള അത്രയും ഉപ്പിട്ട് കൊടുക്കാം. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമുക്ക് അടുപ്പ് തുറന്നു കൊടുക്കാം. നമ്മുടെ കറിയെല്ലാം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് 1/4 പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ 1/2 കപ്പ് 1/4 പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമ്മൾ മുരിച്ച് വെച്ചിരുന്ന വട തട്ടി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ സമയം കറിക്ക് ആവശ്യമായിട്ടുള്ള ഗരം മസാല ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോൾ 1 ടീസ്പൂൺ ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കറി ഇപ്പോൾ കറക്റ്റ് പരിവായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള കടുക് വറുക്കാം. അതിനായിട്ട് ആദ്യം ചട്ടി അടുപ്പത്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോഴേക്കും നമുക്കതിലേക്ക് കടുക് തട്ടി കൊടുക്കാം. കടുകെല്ലാം പൊട്ടുമ്പോഴേക്കും അതിലേക്ക് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇത്രയും വഴലുമ്പോഴേക്കും നമുക്ക് ഇനി ഇതിനെടുത്ത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൂട്ടുകറി റെഡി.